told. The imagination goes in this way. Thomas, ഞാൻ നിന്നെ പണ്ടേ കുറിയിട്ട് വെച്ചതാണ്. നീ അന്ന് പറഞ്ഞില്ലേ നമുക്കും അവനോട് കൂടി പോയി മരിക്കാമെന്ന്. അന്നേ ഞാൻ നിന്നെ കണ്ടതാണ്, നിനക്ക് ഭാരതത്തിലേക്കുള്ള കുറി വീണതാണ് എന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങള് ഈ പ്രദേശത്തേക്ക് വരാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് വന്നതായിരിക്കില്ല. But God had a plan. In the 20th and 21st centuries, if the Syro-Malabar Catholics are spread throughout the world, if you really look at why we are here, it is not just for making money or sustaining our families. There is a divine plan. I would invite all of you to participate and respond to God's call, for the same call is given to you that is given to Apostle Thomas. നമുക്കിന്ന് സീറോ മലബാർ ദിവസം ആചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പ്രതിജ്ഞ ചെയ്യാം. ദൈവം തന്റെ ദൗത്യം ചെയ്തു, ഈ ജനത്തെ ചിതറിച്ചു. നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ദൗത്യമാണ്. ഒന്നിച്ചു നിന്ന് തോമസ് ലീഹ ചെയ്തതുപോലെ വിശ്വാസം പകർന്നുകൊടുത്ത് പള്ളികൾ പണിത് തലമുറകൾക്ക് വിശ്വാസത്തിന്റെ ദീപങ്ങളാവുക. ഒരുപക്ഷെ ഇന്നു മുതൽ നമുക്ക് സ്വപ്നങ്ങൾ കാണണം. സീറോ മലബാർ സഭ ഇവിടെ അതിന്റെ വേരുകളിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ ഈ ഗൾഫ് മേഖലയിൽ വിശ്വാസത്തിന്റെ സാക്ഷികളാകാൻ തോമസ് ലീഹയ്ക്ക് 7 പള്ളികളെ പണിയാൻ പറ്റിയുള്ളൂ എങ്കിൽ അതിൽ കൂടുതൽ പള്ളികൾ പണിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന സ്വപ്നം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അതിനായി എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.